എൻ്റെ കുഞ്ഞ് വളരെ റെസ്റ്റ്ലെസ് ആണ്. അവൻ ഒരു 30 to 40 മിനിറ്റ്സ് ഒന്നും ഇരുന്ന് എന്തായാലും ഒരു സ്പീച്ച് തെറപ്പി സെഷൻ അറ്റൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മറ്റ് തെറപ്പികളൊക്കെ കൊടുത്ത് അവൻ ആദ്യം സെറ്റിലാക്കാം, അതിനുശേഷം സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന ഒരു പാരൻ്റ് ആണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സജഷൻ, ഒരു പ്രൊഫഷണൽ സജഷൻ കിട്ടിയിട്ടുള്ള പാരൻ്റ് ആണോ നിങ്ങൾ? ഈ സജഷൻ എത്രത്തോളം ആധികാരികമായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തോടു കൂടിയാണ് ഇത് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ന്യൂറോ സയൻസ് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത് കുട്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവരുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സജ്ജമായിട്ടിരിക്കുന്നതെന്നാണ്. അതായത് സ്പീച്ച് തെറപ്പി സമയത്തോ അല്ലെങ്കിൽ കുട്ടി സ്വാഭാവികമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തോ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതൊന്നും സ്പീച്ചിന് തടസ്സം വരുത്തുന്നില്ല. അതായത് സ്പീച്ചിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് പോലുള്ളൊരു കാര്യം സംഭവിക്കുന്നില്ല. പകരം ബ്രെയിൻ അവിടെ സ്പീച്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സ്പീച്ച് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മോട്ടോർ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ സ്പീച്ച് തെറപ്പി എന്ന് പറയുന്നത് ഇരുന്നുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സല്ല. സ്പീച്ച് തെറപ്പി എങ്ങനെയാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതായത് സ്പീച്ച് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടിയുടെ നെർവസ് സിസ്റ്റം എത്രത്തോളം റെഗുലേറ്റഡ് ആണ്, നെർവസ് സിസ്റ്റം എത്രത്തോളം ഇരിക്കുന്ന ചുറ്റുപാടിൽ സേഫായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കുട്ടിയും തെറപ്പിസ്റ്റും, അല്ലെങ്കിൽ കുട്ടിയും പാരൻറ്റും, ആരാണോ കുട്ടിയും കെയർ ഗിവറും, ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇമോഷണൽ ബോണ്ട് എങ്ങനെയാണെന്നുള്ളതാണ് രണ്ടാമത് വരുന്ന കാര്യം. അടുത്തത് വരുന്നത് ജോയിൻ്റ് അറ്റൻഷനിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുട്ടിയുടെ ഇമിറ്റേഷൻ എത്രത്തോളം നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സ്പീച്ച് തെറപ്പിയിൽ തുടക്കത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ. സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെറപ്പി അല്ല. അതുകൊണ്ട് തന്നെ സ്പീച്ച് തെറപ്പി എന്ന് പറയുന്നത്, സിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഒരു കുട്ടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്? കുട്ടി ഇരിക്കുന്ന എൻവയോൺമെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫായിട്ടും റെഗുലേറ്റഡ് ആയിട്ടും ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സിറ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് അത് വളരെ നാച്ചുറലായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സ്പീച്ച് തെറപ്പി സെഷനുകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, കുട്ടി ഇന്നൊട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു എന്നുള്ളത്. ഇത് കുട്ടി സഹകരിക്കാത്തതിൻ്റെ പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ കുട്ടിയുടെ നെർവസ് സിസ്റ്റം അവിടെ റെഗുലേറ്റഡ് അല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണമാവാൻ ചാൻസ് ഉള്ളൊരു കാര്യം. കുട്ടിയുടെ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിലും ഒട്ടും സേഫ് അല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇരുന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആവാറുണ്ട് നമുക്ക് പലപ്പോഴും, അല്ലേ? സപ്പോസ് നമ്മളൊരു കുട്ടിയെ ഒരു സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റിയോ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവണം. ഇവിടെ നമ്മുടെ ഫോക്കസ് മുഴുവനും ഇരിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി, ഒരു സ്കില്ലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണെന്ന് ഇരിക്കട്ടെ. അപ്പം കുട്ടിയാണെങ്കിൽ കുറച്ചധികം റെസ്റ്റ്ലെസ് ആണ്. നമ്മൾ ആ റെസ്റ്റ്ലെസ്നെസ്സിനെ കാര്യമാക്കുന്നില്ല. കൂടുതൽ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തുക എന്നുള്ളതിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് കുട്ടിയുടെ ബോഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇരിക്കാൻ റെഡിയല്ല, ഞാനിപ്പോൾ സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ്ലെസ്. ഇത് കൺവേ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇരുത്താൻ ശ്രമിക്കും. ഒരുപാട് കമൻസ് കൊടുത്തുകൊണ്ടിരിക്കും, ഇരിക്കി എന്നുള്ള കമൻസ് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം എന്താ കുട്ടിയുടെ ബ്രെയിനിൽ നടക്കാമെന്ന് വെച്ചാൽ, കുട്ടിയുടെ ബ്രെയിന് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് മാറും. ഇങ്ങനെ ഡിഫെൻസീവ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കാര്യം പഠിക്കാനോ ശ്രദ്ധയോടെ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയില്ല. പോളിവേഗൽ തിയറി പ്രകാരം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ഡിസ്റെഗുലേറ്റഡ് ആയിട്ട്, അതായത് കാം അല്ലാതെ റെഗുലേറ്റഡ് അല്ലാതെ ഇരിക്കുന്ന ഒരു നെർവസ് സിസ്റ്റത്തിന് ഒരിക്കലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ശ്രദ്ധയോടെ ചെയ്യാനോ, അതുപോലെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ സാധിക്കില്ല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മൂവ്മെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്പീച്ച് തെറപ്പി കൊടുക്കുന്നത് ന്യൂറോ ഡൈവേർജൻറ്റ് കണ്ടീഷൻസ് ആയിട്ടുള്ള ASD, ADHD, ചൈൽഡ് അപ്രാക്സിയ സ്പീച്ച്, ഇത്തരത്തിലുള്ള കണ്ടീഷനുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ബ്രെയിനെ സ്പീച്ചിന് വേണ്ടി പ്രിപ്പയർ ആക്കും. അതുപോലെ തന്നെ കൂടുതൽ സേഫായിട്ടും കൂടുതൽ റെഗുലേറ്റ് ആയിട്ടും അവർ ഫീൽ ചെയ്യും. സോ കുട്ടിയുടെ നെർവസ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള സ്പീച്ച് തെറപ്പി കുട്ടിക്ക് അവൈലബിൾ ആകുന്നുണ്ട് എന്നുള്ളത് പാരൻസ് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും 1 വയസ്സിലും 1.5 വയസ്സിലും 2 വയസ്സിലൊക്കെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ സ്പീച്ച് തെറപ്പിക്ക് വരാനായിട്ട് ചിലപ്പോൾ 5 വയസ്സാകുന്നു. പല പാരൻസും പറഞ്ഞ വളരെ വിചിത്രമായിട്ടുള്ള റീസൺ ഇതാണ്. അതായത് കുട്ടി ഇരുന്ന് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തെറപ്പി ഇപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുന്ന് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഇരുന്ന് തുടങ്ങിയതിന് ശേഷം തെറപ്പി കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയും നേരത്തെ ഇത്തരത്തിലുള്ള ഡിലേ കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, എത്രയും നേരത്തെ അവർക്ക് ആവശ്യമായിട്ടുള്ള തെറപ്പി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.